ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു MTM എഡ്യൂക്കേഷൻ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തുന്ന ടോപ്പിക്കായിരുന്നു ബിസിനസ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലേ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡാറ്റാബേസ് മോഡൽസിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മൾ ഒരുപാട് നോക്കി, റിലേഷണൽ നോക്കി, നെറ്റ്വർക്ക് നോക്കി, ഹയറാർക്കിക്കൽ നോക്കി, അതുപോലെ തന്നെ ലോജിക്കൽ നോക്കി അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് സിസ്റ്റമാണ് അല്ലേ. വളരെ എളുപ്പത്തിലുള്ള ഒരു ഇതാണ്. ബാക്കിയുള്ള മോഡലുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഹയർ എൻഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ കാണുന്ന ഒരു തരം ഡാറ്റാബേസ് മോഡലാണ് ഇത് OBDMs, അതായത് അതർവൈസ് നോൺ ആസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സിംപ്ലി നോക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതായത് യൂസർ അത് യൂസ് ചെയ്യുന്ന ആരാണോ അയാളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ച് ഇത് ഡിസൈൻ ചെയ്യുക, ഇത്തരത്തിലുള്ള ഡാറ്റാബേസ് മോഡലുകൾ ഡിസൈൻ ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ഇതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും, ഏത് പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂസറുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ഒരു യൂസറുടെ പർട്ടിക്കുലർ ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണിത് OBDMs പറഞ്ഞാൽ. നമുക്ക് നോക്കാം. OBDMs, which abbreviation of Object Oriented Database Management System, is a database in which the stored in the forms of object with instance of classes. അല്ലെ, നമുക്ക് എന്ത് വിളിക്കാം, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റുകളെയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്ലാസ്സുകളെയോ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാബേസ് മോഡലുകളാണ് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ്. ദീസ് ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്ട്സ് ആർ ടുഗദർ മേക്ക് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മോഡൽ. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് വിളിക്കും. ഇവിടെ ഒബ്ജക്ട്സ് നമ്മൾ പറയാൻ കാരണം ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒരു പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആ പാർട്ടുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഏത് വഴി, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് വഴി കണക്ട് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യാൻ പറ്റും, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് യൂസറുടെ പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാളുടെ കയ്യിലുള്ള ഡാറ്റയെല്ലാം ഒരു പാർട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ആ പാർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം, ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്ലാസസ് എന്ന് വിളിക്കാം. ആ പാർട്ടുകളെല്ലാം കൂടി കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസ് മോഡലാക്കിയിട്ട് മാറ്റാൻ പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മോഡൽ. നമുക്ക് എന്താ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് ദാറ്റ് റെപ്രസെൻറ്റ് ഡാറ്റ ഇൻ ദ ഫോംസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസസ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പാർട്ടാക്കി വെക്കുന്നുണ്ട്, ഡാറ്റയെ നമ്മൾ ഓരോരോ പാർട്ടാക്കിയിട്ട് വെക്കുക ചെയ്യുക. യൂസറുടെ പർട്ടിക്കുലർ ആവശ്യം സാറ്റിസ്ഫൈഡ് ആണ് ഏത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആവശ്യമുള്ള ഡാറ്റയെ, നമുക്ക് എന്താണോ ഡാറ്റ ഉദ്ദേശിക്കുന്നത് ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ചില പാർട്ടുകളാക്കി മാറ്റും. അതിൻ്റെ എസൻഷ്യാലിറ്റിയും അതിൻ്റെ ഒരു കൺവീനിയൻസും അതിൻ്റെ ഒരു മൂല്യം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടാക്കി മാറ്റും. സോ അത്തരത്തിലുള്ള പാർട്സിന് നമുക്ക് എന്ത് വിളിക്കാം, ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസസ് എന്ന് വിളിക്കാം. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്ത് വിളിക്കാം, ക്ലാസസ് എന്ന് വിളിക്കാം. നമുക്ക് നോക്കാം. OBDM സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒബ്ജക്റ്റ് ഒരു ഡാറ്റാബേസ് മോഡൽ ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ടു ദ റിലേഷണൽ മോഡൽ അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് നോക്കി, റിലേഷണൽ മോഡൽ എന്തായിരുന്നു നോക്കിയിരുന്നു അല്ലേ. ആ റിലേഷണൽ മോഡലിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് റിലേഷനിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകൾ സ്റ്റേബിൾ ഫോമിലാക്കുകയാണെങ്കിൽ അതിനെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആക്കാൻ അല്ലെങ്കിൽ അതിനെ ഒരു ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അതിന് ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തരം ഡാറ്റാബേസ് മോഡലാണ് എന്ത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ്. ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് സിമിലർ ടു ദ പ്രിൻസിപ്പിൾ ടു ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ലാംഗ്വേജുകളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഒബ്ജക്റ്റ് പർട്ടിക്കുലർ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ലാംഗ്വേജ് അതായത് OOP അല്ലേ. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് എന്തിലും OBDMലും ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ കാര്യം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഡാറ്റാബേസ് മോഡൽ ഉണ്ടാക്കി വെക്കുന്ന രീതിയാണിത് ആര് ഫോളോ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ അത്തരത്തിലുള്ള ആ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാക്കാനും ഇവിടെ ഫോളോ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അല്ലേ. നോക്കാം. ദാറ്റ് സെഡ് ക്യാൻ യൂസ് ഫോർ ഔട്ട്ലൈൻ ടു OBDM. അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പല ഫോർമുലാസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഒരു സ്പെസിഫൈഡ് റീസൺ, ഒരു സ്പെസിഫൈഡ് ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാനാക്കാനുള്ള രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ യൂസറുടെ കാര്യങ്ങൾ എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണോ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയുള്ളൊരു ഡാറ്റാബേസ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കിത് വെച്ചിട്ട് ഉണ്ടാകും. സെയിം പ്രിൻസിപ്പിൾ ശ്രദ്ധിക്കുക, ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസിൻ്റെ സെയിം പ്രിൻസിപ്പിൾ തന്നെയായിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രണ്ടും ഒരു ഈക്വലായിട്ട് അതായത് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിൻ്റെ അതേ തരത്തിലുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ഇതിലും ODMൽ ഉണ്ടാക്കുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ്, അതായത് എക്കണോമിക് റിലേഷൻ വെച്ചിട്ടാണ് എന്തുണ്ടായിരിക്കുക, ഒരു ER മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയൽ വേൾഡ് ഒബ്ജക്ട്സ്, അതായത് റിലേഷണൽ ഒബ്ജക്റ്റ്. ആ റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെ എന്ത് വെച്ചിട്ടാണ് കാണിക്കുന്നത്? ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് കാണിക്കുന്നത് റിയൽ വേൾഡിന് ഒബ്ജക്ട്സിനെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസിയാണ്, വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇതുവഴി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വഴി നോക്കുമ്പോൾ വളരെ ഇതാണ്. ദ മോഡൽ കൺസിഡർ എ ടോപ്പ് ഡൗൺ അപ്രോച്ച്, അതായത് ടോപ്പ് ഡൗൺ ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ഉള്ളത് ടോപ്പിൽ, അതിനും കുറച്ച് താഴെ, അങ്ങനെ ഒരു ടോപ്പ് ടു ഡൗൺ ഡിസൈൻ റിക്വയർമെൻ്റ് ആണ് ഇതുവഴി യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വഴി നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് എന്ത് നോക്കാം? അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് മേക്സ് റിക്വയർമെൻറ്റ്സ് ആൻഡ് സിമ്പിൾ ആൻഡ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ബൈ റെപ്രസെൻറ്റിങ് സിമ്പിൾ ഡയഗ്രാം. ഇവിടെ സിമ്പിൾ ഡയഗ്രാംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള സിമ്പിൾ ഡയഗ്രാംസ്, അതൊരു പർട്ടിക്കുലർ റീസണ് വേണ്ടിയുള്ളതാണെങ്കിൽ പോലും സിമ്പിൾ ഡയഗ്രാംസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റിക്വയർമെൻറ്റ് സിമ്പിൾ ആൻഡ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും വളരെ വേഗം മനസ്സിലാക്കാനും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും എന്ത് ചെയ്യുക? കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു രീതിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള ഇതിൽ യൂസ് ചെയ്യുന്നത്. വൺ ക്യാൻ കൺവേർട്ട് ഡയഗ്രാം ഇൻ ടു ബേസ്ഡ് ഡാറ്റാബേസ് മോഡൽ. അതായത് ആ ഒരു ഡയഗ്രാംസിനെ, റിലേഷൻ ഡയഗ്രാംസിനെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റാബേസ് മോഡലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിലോട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മാറ്റി വെക്കാൻ പറ്റും. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഡയഗ്രാംസ്. ആ എന്താ റിലേഷൻ ഡയഗ്രാംസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പം അല്ലേ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ക്ലാസ് അതിൻ്റെ പിള്ളേരൊക്കെ കാര്യങ്ങളൊക്കെ എന്താ ഡയഗ്രാംസ്, അതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിന് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാനും പറ്റും ഇതിലോട്ട്, ഇത്തരത്തിലുള്ള ഡയഗ്രാംസിലോട്ട്. അടുത്തെന്താ? നോ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ആർ അവൈലബിൾ ഫോർ ഡയഗ്രാം. ദർ ഈസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദ നൊട്ടേഷൻ. ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ഡിസൈനർ ഹൗ ഇറ്റ് ഡ്രോ ഇറ്റ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ആ ഒരു ഡയഗ്രമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യണം? ആ ഒരു ഡിസൈൻ ചെയ്ത് ആ ഒരു വരച്ച് വെച്ച ഡയഗ്രാംസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ എല്ലാം എന്തായിരിക്കും? മിസ്റ്റേക്ക്ലി അതും നമുക്ക് കിട്ടുക അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ആ ഒരു ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസൈനർ ഹൗ ഈ ഡ്രോയ്സ് അല്ലേ? ആൾ വരച്ചിരിക്കുന്ന രീതി, ആളത് എങ്ങനെയാണോ അതിനെ സമീപിച്ചില്ല. ചിലപ്പോൾ ആളുടെ ഒരു ഐഡിയ പോലെ ആയിരിക്കും ആൾ വരച്ചിരിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് മീൻസ് ഹൈ ലെവൽ ഡിസൈൻസ് വി കനോട്ട് സിംപ്ലിഫൈ ഓർ ലോ ഡിസൈൻസ് ലൈക്ക് കോഡിംഗ് പോലെയുള്ള എളുപ്പത്തിലുള്ള ഒരു ഡിസൈനിങ് ലെവൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അതിനെ തിരുത്താൻ പറ്റില്ല. കാരണം ഹൈ എൻഡാണ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിലൊരു പ്രശ്നം വന്നാൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ലോ ലെവലിലേക്ക് വന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മിസ്റ്റേക്ക് തിരുത്താനുള്ള ഒരു കപ്പാസിറ്റി ആർക്കും ഉണ്ടായിരിക്കില്ല, നമുക്ക് ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എന്തായിരുന്നു? എളുപ്പത്തിലുള്ളൊരു കാര്യമാണ്. ബാക്കിയുള്ളതിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യമാണ് അല്ലെ? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മോഡൽ അല്ലേ? എന്തായിരുന്നു? നമുക്ക് ഒരു സ്പെസിഫൈഡ് ആയിട്ട് ഒബ്ജക്റ്റിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയിരുന്നത്. ബാക്കിയുള്ള അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ബാക്കിയുള്ള എല്ലാം കോമൺ പർപ്പസ് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് ഇവിടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഒബ്ജക്റ്റ് എന്താണോ അതിന് വേണ്ടി, ആ ഓറിയൻറ്റേഷൻ എന്താണോ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫൈഡ് നീഡ് എന്താണോ അതിന് വേണ്ടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ഓൾ അബൌട്ട് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മോഡൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പറഞ്ഞു വന്നിരുന്നായിരുന്നു. ടൈപ്സ് ഓഫ് DBMS ഒരുപാട് പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. എടുത്തിട്ട് നോട്ട് എടുത്ത് കൺവേർട്ട് ആക്കി വെക്കാം.